നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ എസ്എഫ്ഐയും കെഎസ്യുവും പരസ്പര ആരോപണം തുടരുന്നതിനിടെ അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നും പോലീസ്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കുടുക്കിയെന്ന എസ്എഫ്ഐ ആരോപണം തള്ളിയ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും വ്യക്തമാക്കി. ഹോസ്റ്റലിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായ ബന്ധമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അടക്കം കേസിൽ പങ്കുണ്ടെന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടന്നതെന്നും തൃക്കാക്കര ACP ബേബി വിശദീകരിച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അർദ്ധരാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം 3 വിദ്യാർത്ഥികളെ അറസ്റ്റും ചെയ്തു. ഹോസ്റ്റൽ അരിച്ചുപെറുക്കിയുള്ള പരിശോധനകൾക്കൊടുവിലാണ് 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. SFI നേതാവും പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജിന്റെ മുറിയിൽ താമസിക്കുന്ന ആദിത്യൻ, താഴെ നിലയിൽ താമസിക്കുന്ന ആകാശ് എന്നിവരാണ് പിടിയിലായത്. അഭിരാജിന്റെയും ആദിത്യന്റെയും മുറിയിൽ നിന്നും 9.70 ഗ്രാം കഞ്ചാവും ആകാശിന്റെ മുറിയിൽ നിന്നും 2 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവുമാണ് പിടിച്ചെടുത്തതെന്നും പോലീസ് വിശദീകരിച്ചു. റെയ്ഡിൽ അളവ് തൂക്ക ഉപകരണവും കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തതായും അന്വേഷണ സംഘം വിശദീകരിച്ചു. രാവിലെയോട് 2 FIRകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. 9.70 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിന് അഭിരാജിനെയും ആദിത്യനെയും പ്രതിയാക്കി ഒരു കേസും 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തതിന് ആകാശിനെ മാത്രം പ്രതിയാക്കി മറ്റൊരു കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. 9.7 ഗ്രാം മാത്രം കൈവശം വെച്ച കേസായതിനാൽ അഭിരാജിനെയും ആദിത്യനെയും 9 മണിയോടെ സ്റ്റേഷൻ ജാമ്യത്തിലും വിട്ടു. ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നത് അപ്രതീക്ഷിതമായാണെങ്കിലും അതിശയമില്ലെന്നാണ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പറയുന്നത്. മാസങ്ങളായി കലാലയങ്ങളിൽ ലഹരി വിരുദ്ധ പോരാട്ടം നടക്കുകയാണെന്നാണ് വിശദീകരണം. അതേസമയം പോലീസിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച SFI നേതാവ് അഭിരാജിന് സംരക്ഷണവുമായി SFIയും രംഗത്ത് വന്നു. താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും തന്നെ കുടുക്കിയതാണെന്നും അഭിരാജ് ആരോപിച്ചു. താൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയായിരുന്നെന്നുമാണ് അഭിരാജ് പറയുന്നത്. അതിനെ SFI ഏരിയ കമ്മിറ്റിയും പിന്തുണച്ചു. KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്നും ഓടിപ്പോയ 2 പേർ KSU നേതാക്കളാണെന്നും SFI ആരോപിച്ചു. ക്യാമ്പസിൽ പോലീസ് എത്തിയ ഉടൻ KSU ഭാരവാഹികളായ ആദിലും അനന്തവും ഒളിവിൽ പോയെന്നും അവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ലെന്നും കേസ് SFIയുടെ വിമർശനം കേസിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഒളിവിൽ പോയിട്ടില്ലെന്നും തിരിച്ചടിച്ച് KSUവും രംഗത്തെത്തി. വിദ്യാർത്ഥികളായ ആദിലും അനന്തവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. വൈകിട്ടോടെ ആകാശിനെ മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കും. ഹോസ്റ്റലിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം വന്നു പോകുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കഞ്ചാവ് എവിടെ നിന്ന് എത്തിയെന്നതടക്കം പരിശോധിച്ച് വരികയാണെന്നും പോലീസ് പറയുന്നുണ്ട്. കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന ആരോപണം പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. നിയമാനുസൃതം എല്ലാ തെളിവുകളോടും കൂടിയാണ് പരിശോധന നടത്തിയതെന്നും പോലീസ് പറയുന്നു. പോലീസ് സംഘം റെയ്ഡിനെത്തുമ്പോൾ താൻ ക്യാമ്പസിലായിരുന്നു എന്നാണ് അഭിരാജിന്റെ വാദം. ഇന്ന് SFI യൂണിറ്റ് സമ്മേളനം നടക്കുന്നതിനാൽ അതിന്റെ അലങ്കാര പരിപാടികളുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലുണ്ടായിരുന്ന താൻ റെയ്ഡ് നടക്കുന്ന അറിഞ്ഞാണ് ഹോസ്റ്റലിലെത്തിയതെന്നും അഭിരാജ് പറയുന്നു.